ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഗാട്ട ഗുസ്തി 2 എന്ന മൂവിയാണ്. ഫസ്റ്റ് മൂവി കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ആ സ്റ്റോറി ചെറുതായിട്ടൊന്ന് ചുരുക്കി പറയാം. റെസ്ലറായ നമ്മുടെ നായിക കീർത്തി 8ാം ക്ലാസ് വരെ മാത്രം പഠിച്ച നായകൻ വീര അവന്റെ ഒരു നാടൻ പെൺകുട്ടിയെ വിവാഹം കഴിക്കണമെന്നായിരുന്നു ആഗ്രഹം. കീർത്തിയുടെ അച്ഛൻ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അവളെ കൊണ്ട് സത്യം ചെയ്യിക്കുന്നു, താൻ പറയുന്ന ആളെ അവൾ വിവാഹം കഴിക്കുമെന്ന്. അങ്ങനെ കീർത്തിയുടെ ആലോചന വീരയ്ക്ക് വരികയാണ്. തന്റെ വൈഫ് ഒരു റെസ്ലറാണെന്നും തന്നേക്കാൾ പഠിച്ചതാണെന്നും അറിയാതെ വീര അവളെ വിവാഹം കഴിക്കുന്നു. ഒരിക്കൽ വീരയെ ആക്രമിക്കാൻ വന്നൊരാളെ കീർത്തി അടിച്ചിടുന്നുണ്ട്. ആ സമയത്താണ് അവൾ തലയിൽ വെച്ചിരുന്നത് വിഗ് ആയിരുന്നുവെന്നും അവൾക്ക് ഷോർട്ട് ഹെയർ ആയിരുന്നുവെന്നും അവളൊരു റെസ്ലർ ആയിരുന്നുവെന്നും എല്ലാം തന്നെ അവൻ മനസ്സിലാക്കുന്നത്. അതിനുശേഷം അവർക്കിടയിൽ ഇഷ്യൂസ് ഉണ്ടാകുന്നു. തന്റെ വൈഫിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് വീരയും റെസ്ലിംഗ് പഠിക്കുന്നു. അത് പഠിക്കുമ്പോഴാണ് അവന് മനസ്സിലാകുന്നത് അതിന്റെ പിന്നിൽ എത്രത്തോളം കഷ്ടപ്പാടുണ്ടെന്നും തന്റെ വൈഫ് എത്ര കഷ്ടപ്പെട്ടാണ് ഇത്ര നല്ലൊരു പ്ലെയർ ആയതെന്നും. കീർത്തിയുടെ കോച്ച് ലോകേഷിന് ഓൾറെഡി തന്നെ കീർത്തിയുമായിട്ട് കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അവൾ പ്രഗ്നന്റ് ആണെന്നുള്ള സത്യം അവളുടെ ബ്ലഡ് റിപ്പോർട്ടിൽ നിന്നും ലോകേഷ് മനസ്സിലാക്കിയിട്ടും അത് മറച്ചു വെച്ചിട്ട് വീരയുമായിട്ട് ഒരു ഫൈറ്റിൽ ഏർപ്പെടാൻ കീർത്തിയോട് പറയുന്നു. എന്നാൽ അതിനിടയ്ക്ക് കീർത്തി തല കറങ്ങി വീഴുന്നുണ്ട്. വീര അവളെ ഹോസ്പിറ്റലിലാക്കുന്നു. വീരയും കീർത്തിയും തമ്മിൽ കളിക്കേണ്ട മാച്ചിന് പകരം വീര ലോകേഷിനെ വെല്ലുവിളിക്കുകയും ലോകേഷിനെ തോൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ മൂവിയുടെ അവസാനം അവർക്കിടയിലെ തെറ്റിദ്ധാരണകളെല്ലാം മാറുകയും അവർ ഒന്നിക്കുകയും ചെയ്യുന്നുണ്ട്. കീർത്തി പ്രഗ്നന്റ് ആണെങ്കിലും അവൾ കുഞ്ഞിന് ജന്മം നൽകിയ ശേഷം അവളുടെ കരിയറിൽ മുന്നോട്ട് പോകാൻ താൻ ഒരു തടസ്സവും നിൽക്കില്ല എന്ന് വീര അവൾക്ക് വാക്കു കൊടുക്കുന്നു. അതിനുശേഷം ഇവരുടെ ജീവിതത്തിൽ എന്തൊക്കെയായിരിക്കാൻ സംഭവിച്ചിട്ടുണ്ടാകുക എന്നതാണ് ഈ സെക്കൻഡ് പാർട്ടിൽ നമ്മൾ കാണാൻ പോകുന്നത്. കീർത്തിക്ക് കൊടുത്ത വാക്ക് വീര അവന്റെ ലൈഫിൽ പാലിച്ചിട്ടുണ്ടായിരുന്നു. കീർത്തി ഇപ്പോഴും റെസ്ലിംഗിൽ പങ്കെടുക്കുന്നുണ്ട്. അവരുടെ മകൾ മതിയുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നതും വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യുന്നതും വീരയായിരുന്നു. അവന്റെ ഹൗസ് ഹസ്ബൻഡായി മാറിയിട്ടുണ്ടായിരുന്നു. കീർത്തിയാകട്ടെ റെസ്ലിംഗിന്റെ കൂടെ തന്നെ സ്പോർട്സ് കോട്ടയിൽ അവൾക്ക് കിട്ടിയ ജോലിയും ചെയ്യുന്നുണ്ട്. അവർ താമസിക്കുന്ന ക്വാർട്ടേഴ്സിലെ സ്ത്രീകളെല്ലാം തന്നെ വീരയുടെ വലിയ ഫാനായിരുന്നു. അവൻ നന്നായിട്ട് കുക്ക് ചെയ്യും. കൂടെ അവിടുത്തെ സ്ത്രീകളെ ഡാൻസ് പഠിപ്പിക്കുകയും എക്സസൈസ് ചെയ്യിപ്പിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. ഈ സ്ത്രീകളുടെ എല്ലാം ഭർത്താക്കന്മാർക്ക് വീരയോട് വലിയ ദേഷ്യമായിരുന്നു. അവരുടെ ഭാര്യമാരൊന്നും തന്നെ വീരയുമായിട്ട് അടുക്കുന്നത് അവർക്ക് ഇഷ്ടമായിരുന്നില്ല. മകൾ മതിയാകട്ടെ സ്കൂളിൽ നന്നായിട്ട് പഠിക്കത്തൊന്നുമില്ല. ക്ലാസ്സിൽ എപ്പോഴും ബഹളം ഉണ്ടാക്കിയിരിക്കുന്ന കുട്ടിയായിരുന്നു. ഈ കംപ്ലൈന്റ്സ് എല്ലാം തന്നെ ടീച്ചേഴ്സ് വീരയോടായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ വീര ഇതൊന്നും തന്നെ കീർത്തി അറിയിച്ചില്ല. കീർത്തി അറിഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുമെന്ന് വീരയ്ക്കും മകൾക്കും അറിയാമായിരുന്നു. കീർത്തിയുടെ കൂടെ ലോകേഷിന്റെ അണ്ടറിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ് റെജീന. റെജീനയ്ക്ക് ഒരു തവണ പോലും കീർത്തിയെ തോൽപ്പിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കീർത്തിയോടും വീരയോടും ലോകേഷിന് ഇപ്പോഴും കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. കാരണം വീര ഒരു തവണ ലോകേഷിനെ തോൽപ്പിച്ചതാണല്ലോ. കീർത്തിയെ തന്റെ തന്നെ സ്റ്റുഡന്റായ റെജീന തോൽപ്പിക്കണമെന്ന് ലോകേഷിന് ആഗ്രഹമുണ്ടായിരുന്നു. അതിനുവേണ്ടിയിട്ട് റെജീനയെ മാക്സിമം ലോകേഷ് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഇവിടെ മകൾ മതിയാകട്ടെ കീർത്തിയോടും വീരയോടും എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു തനിക്കൊരു അനിയനെ കൂടി വേണമെന്ന്. എന്നാൽ കീർത്തിക്ക് ഇനി ഇപ്പോൾ ഉടനെയൊന്നും പ്രഗ്നന്റ് ആകാൻ ആഗ്രഹം ഉണ്ടായിരുന്നില്ല. വീണ്ടും കരിയറിൽ ഗ്യാപ്പ് വരുമെന്ന് അവൾക്ക് പേടിയുണ്ടായിരുന്നു. പക്ഷേ വീരയ്ക്കും ഒരു കുട്ടി കൂടി വേണമെന്നുള്ള ആഗ്രഹമുള്ളതുകൊണ്ട് തന്നെ പലപ്പോഴും അതിനു വേണ്ടിയിട്ട് അവൻ കീർത്തിയെ അപ്രോച്ച് ചെയ്തുകൊണ്ടേയിരുന്നു. വീര പലപ്പോഴും കീർത്തിയെ ബാക്കിലൂടെ വന്ന് കിസ് ചെയ്യുമായിരുന്നു. കഴുത്തിന്റെ ബാക്കിൽ കിസ് ചെയ്ത് കഴിഞ്ഞാൽ അവൾ പെട്ടെന്ന് ഞെട്ടുകയും കുറച്ചുനേരം സ്റ്റക്കായി നിൽക്കുകയും ചെയ്യും. കുട്ടികളൊന്നും വേണ്ടെന്ന് ചിന്തിച്ചിരുന്നെങ്കിലും മഴയുള്ള ആ രാത്രിയിൽ അവരതെല്ലാം മറന്ന് ഒന്നായി. വീരയുടെ ഒരു അങ്കിൾ ഉണ്ടായിരുന്നു. അയാൾക്ക് കീർത്തി റെസ്ലിംഗിൽ പങ്കെടുക്കുന്ന ഒന്നും തന്നെ ഇഷ്ടമായിരുന്നില്ല. ഒരിക്കൽ കീർത്തിയോട് അയാളെ ദേഷ്യപ്പെടുകയും മോശമായി സംസാരിക്കുകയും ചെയ്തപ്പോൾ കീർത്തി അയാളുടെ മുഖത്തടിച്ചിട്ടുണ്ടായിരുന്നു. അന്നു മുതലേ തന്നെ വീരയോട് അയാൾ പറയുമായിരുന്നു കീർത്തി നിനക്ക് പറ്റിയ പെണ്ണല്ല എന്ന്. തന്റെ അച്ഛൻ ഹൗസ് ഹസ്ബൻഡും അമ്മ റെസ്ലറും ആണെന്നാണ് മതി എപ്പോഴും പറയുന്നത്. എന്നാൽ ഈ അങ്കിളാകട്ടെ മതിയോട് പറയുന്നുണ്ട് ഇനി നിന്നോട് ആര് ചോദിച്ചാലും നിന്റെ അച്ഛനും ഒരു റെസ്ലർ ആണെന്ന് പറയണം. അവനും അത് പഠിച്ചിട്ടുണ്ട്. റെസ്ലേഴ്സിനെ എല്ലാം തന്നെ ആദരിക്കുന്ന ഒരു ചടങ്ങില് കോച്ച് ലോകേഷും കീർത്തിയും റെജീനയും എല്ലാരും പങ്കെടുക്കുന്നുണ്ടായിരുന്നു. എന്നാൽ മിനിസ്റ്റർ ആകട്ടെ പ്ലേയേഴ്സ് ആയ കീർത്തിക്കും റെജീനയ്ക്കും ഒക്കെ അവാർഡ് കൊടുത്ത ശേഷം പെട്ടെന്ന് അവിടെ നിന്നും പോകുന്നു. മിനിസ്റ്ററുടെ കയ്യിൽ നിന്നല്ല ലോകേഷിന് അവാർഡ് കിട്ടിയത്. കീർത്തിയാകട്ടെ തന്റെ ഈ വിജയത്തിനെല്ലാം കാരണം തന്നെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന തന്റെ ഹസ്ബൻഡ് ആണെന്ന് പറയുകയും ചെയ്തു. ലോകേഷിന് ഇതെല്ലാം കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നു. അവൾക്ക് പ്രാക്ടീസ് കൊടുക്കുന്നതെല്ലാം തന്നെ താനാണ്. എന്നിട്ട് പോലും തന്റെ പേര് എവിടെയും മെൻഷൻ ചെയ്യുന്നില്ല. ഒരു കോച്ചിന് കിട്ടേണ്ട ആദരവൊന്നും തന്നെ തനിക്ക് കിട്ടുന്നില്ല എന്നുള്ള ഈഗോ ലോകേഷിന്റെ മനസ്സിലുണ്ടായിരുന്നു. മിനിസ്റ്ററുടെ കയ്യിൽ നിന്ന് അയാൾ അവാർഡ് വാങ്ങിക്കുന്നത് കാണാൻ വന്ന അയാളുടെ ഭാര്യയ്ക്കും ഇത് കാണുമ്പോൾ ദേഷ്യം വരുന്നു. വീട്ടിലെത്തുമ്പോൾ അയാളെ ഇൻസൾട്ട് ചെയ്യുകയും ചെയ്തു. ഈ ദേഷ്യമെല്ലാം മനസ്സിൽ കിടക്കുന്നത് കാരണം കീർത്തിക്കിട്ട് എന്തെങ്കിലും ഒരു പണി കൊടുക്കണമെന്ന് ലോകേഷിന് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം മിനിസ്റ്റർ പറഞ്ഞത് വളർന്നു വരുന്ന തലമുറയുടെ ഇൻസ്പിറേഷൻ കീർത്തിയാണെന്നും കീർത്തിയെ പോലെ ഒരുപാട് പേര് റെസ്ലിംഗിൽ പങ്കെടുക്കണമെന്നുമായിരുന്നു. ഉടനെ തന്നെ ഒരു വലിയ കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. അതിൽ കീർത്തി എങ്ങനെയെങ്കിലും റെജീന തോൽപ്പിക്കണമെന്നായിരുന്നു ലോകേഷിന്റെ ആഗ്രഹം. അങ്ങനെയിരിക്കെ മതി പഠിക്കുന്ന സ്കൂളിലേക്ക് മീനു എന്ന് പറയുന്ന ഒരു സുന്ദരിയായി ടീച്ചർ വരുന്നുണ്ട്. ഓരോരുത്തരെയും പരിചയപ്പെടുന്നതിനിടയ്ക്ക് മതിയുടെ അച്ഛനും അമ്മയും എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൾ ഈ പ്രാവശ്യം പറയുന്നത് തന്റെ അച്ഛനും അമ്മയും രണ്ടുപേരും റെസ്ലേഴ്സ് ആണെന്നാണ്. എന്നാൽ ഇത് കേട്ടതോടുകൂടി കുട്ടികൾ അവളെ കളിയാക്കുന്നു. അവളുടെ അച്ഛൻ ഹൗസ് ഹസ്ബൻഡ് ആണെന്ന് പറഞ്ഞിട്ട് ദേഷ്യം വന്ന് അവളാകട്ടെ 2 കുട്ടികളെ അടിച്ചു. വീരയെ ടീച്ചേഴ്സ് സ്കൂളിലേക്ക് വിളിപ്പിക്കുന്നുണ്ട്. അവിടുത്തെ പ്രശ്നം വീര സോൾവ് ആക്കാൻ ശ്രമിക്കുന്നതിനിടയ്ക്കാണ് അവിടുത്തെ സ്കൂൾ ഡ്രൈവർ ഏതൊരു പൊളിറ്റീഷ്യന്റെ വാഹനം ഓവർടേക്ക് ചെയ്ത് പോയെന്ന് പറഞ്ഞിട്ട് അയാളുടെ ഗുണ്ടകൾ വന്ന് ആ സ്കൂൾ ഡ്രൈവറെ അടിക്കാൻ ശ്രമിക്കുന്നത്. ഇത് കണ്ട് വീര അവരെല്ലാം അവിടെ നിന്ന് അടിച്ചു തുരത്തുന്നു. അതോടുകൂടി മതിയെ കളിയാക്കിയിരുന്ന എല്ലാവർക്കും മനസ്സിലായി അവളുടെ അച്ഛനും ഒരു റെസ്ലർ ആണെന്ന്. വീരയുടെ ആ ഒരു ഗുസ്തിക കണ്ടിട്ട് മീനു മിസ്സും ഇംപ്രസ് ആയി. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് കീർത്തിയാകട്ടെ മതിയോട് പറയുന്നുണ്ട്
നിന്റെ അച്ഛൻ ഹൗസ് ഹസ്ബൻഡ് ആണെന്ന് പറയാൻ നീ ഒരിക്കലും നാണം കെടേണ്ട കാര്യമില്ല. വീരയുടെ അങ്കിള് പറയുന്ന ഒരു കാര്യങ്ങളും കേൾക്കാൻ നിൽക്കേണ്ടെന്നും ഞങ്ങൾ എന്ത് പറയുന്നോ അത് മാത്രം കേട്ടാ മതിയെന്നും കീർത്തി മകളോട് പറയുന്നുണ്ട്. അതേസമയം ഇവരുടെ ഫ്ളാറ്റിനടുത്ത് തന്നെ താമസിക്കുന്ന പാർത്ത എന്ന് പറയുന്ന ഒരാളാകട്ടെ തന്റെ വൈഫിനോട് വീര സംസാരിക്കുന്നതൊന്നും ഇഷ്ടപ്പെടാത്തത് കാരണം വീരയുടെ കുറെ വീഡിയോസ് ഒളിഞ്ഞിരുന്ന് എടുക്കുന്നുണ്ട്. അവൻ വീട്ടിലെ ജോലികൾ ചെയ്യുന്നതും കുക്കിംഗ് ചെയ്യുന്നതും എല്ലാം തന്നെ. എന്നിട്ടത് ഇൻസ്റ്റയിൽ ഇടുന്നു, ഹൗസ് ഹസ്ബൻഡ് എന്ന് പറഞ്ഞ ടാഗോടുകൂടി. ഇത് കീർത്തിയും കാണുന്നുണ്ട്. നീ തന്നെയാണ് ഈ വീഡിയോസ് എടുത്തിടുന്നതെന്ന് വീരയോട് അവൾ ചോദിക്കുമ്പോൾ വീര പറയുന്നുണ്ട് ഇതൊന്നും താൻ ചെയ്യുന്നതല്ല എന്ന്, വേറെ ആരോ ഒളിഞ്ഞിരുന്ന് ചെയ്യുന്നതാണെന്ന്. എന്നാൽ ആ റീൽസ് എല്ലാം വൈറലായി. ആൾക്കാർ അവനെ കളിയാക്കുമെന്നാണ് പാർത്ത ഉൾപ്പെടെ എല്ലാരും കരുതിയത്. എന്നാൽ ഒരുപാട് പേര് അവൻ ചെയ്യുന്ന കാര്യങ്ങളിൽ ഇംപ്രസ് ആവുകയും അവന് കുറെ ഇന്റർവ്യൂസ് കിട്ടുകയും ചെയ്യുന്നുണ്ട്. മകളെ സ്കൂളിൽ കൊണ്ടാക്കാൻ വരുന്നത് കാരണം വീര പലപ്പോഴും മീനു മിസ്സിനെ കാണുമായിരുന്നു. കീർത്തിയുടെ നീളമുള്ള മുടി കണ്ടിട്ടാണ് അവളെ ഇഷ്ടപ്പെട്ട് വീര ആദ്യം വിവാഹം കഴിച്ചത്. എന്നാൽ ആ മുടി വിഗായിരുന്നുവെന്ന് പിന്നെയാണല്ലോ അവൻ മനസ്സിലാക്കിയത്. പക്ഷേ മീനു മിസ്സിന്റെ മുടി ഒറിജിനലാണോ എന്ന് അവൻ ചോദിക്കുന്നു. ഒറിജിനലാണ്, ഇത് വേണമെങ്കിൽ നിങ്ങൾ തൊട്ടു നോക്കിക്കോന്ന് അവർ പറയുന്നുണ്ട്. വീര അത് ചെക്ക് ചെയ്യുകയും ഒറിജിനലാണെന്ന് അറിയുകയും ചെയ്തപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. കാരണം നീളമുള്ള മുടിയുള്ള സ്ത്രീകളെ വീരയ്ക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. ഇതൊക്കെ കണ്ടിട്ട് മതിയാകട്ടെ വീട്ടിൽ വന്നിരുന്ന് മീനു മിസ്സിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. അത് കേട്ട് കീർത്തി മീനു മിസ്സിനെ പറ്റി കൂടുതൽ ചോദിക്കുന്നു. അമ്മയേക്കാൾ സുന്ദരിയാണെന്നും നീളമുള്ള മുടിയുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. വീര സ്ഥിരമായിട്ട് മതിയെ സ്കൂളിൽ കൊണ്ടാക്കാൻ നേരത്ത് മീനു മിസ്സുമായിട്ട് സംസാരിക്കുമെന്ന് കൂടി അറിഞ്ഞതോടെ കീർത്തിക്ക് ദേഷ്യം വരുന്നു. അതുകൊണ്ട് പിറ്റേന്നാകട്ടെ കീർത്തിയാണ് മകളെ സ്കൂളിൽ കൊണ്ടാക്കാൻ പോകുന്നത്. മീനുവിനെ നേരിട്ട് കണ്ടതും കീർത്തിക്ക് മനസ്സിലായി തന്നേക്കാൾ അവൾ സുന്ദരിയാണെന്നും നല്ല മുടിയാണെന്നും. ഇവിടെ റെജീനയാകട്ടെ കീർത്തിയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് കഠിനമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ കീർത്തിയെ പോലൊന്നും തന്നെ അവൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. ലോകേഷ് റെജിനോട് പറയുന്നുണ്ട് കീർത്തി അവളുടെ ഹസ്ബൻഡ് കൂടിയാണ് ഗുസ്തിയിൽ പ്രാക്ടീസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവൾക്ക് നല്ല എക്സ്പീരിയൻസും കിട്ടും. നീയും അതുപോലെ പുരുഷന്മാരുടെ കൂടെ പ്രാക്ടീസ് ചെയ്യണം. എന്നാൽ മാത്രമേ അവളെ പോലെ സ്ട്രെങ്ത് നിനക്കും ഉണ്ടാകൂ. അങ്ങനെ ഇരിക്കെ സ്കൂളിലെ ആനുവൽ ഡേയിൽ ഒരുപാട് ഇനങ്ങളിൽ പങ്കെടുത്ത കുട്ടികൾക്ക് പ്രൈസ് കൊടുക്കുകയായിരുന്നു. സ്പോർട്സിൽ ഒരുപാട് കുട്ടികൾ പ്രൈസ് വാങ്ങി. എല്ലാവരും കീർത്തിയുടെ മകൾ മതിയും സ്പോർട്സിൽ പ്രൈസ് വാങ്ങുമെന്നാണ് വിചാരിച്ചത്. എന്നാൽ അവൾ ഒരു സ്പോർട്സ് ഇനത്തിൽ പോലും പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല. അതിനു പകരം ഡാൻസിലായിരുന്നു പങ്കെടുത്തുകൊണ്ടിരുന്നത്. അതവളെ പഠിപ്പിച്ചതാകട്ടെ വീരയും. ഇത് കണ്ട് കീർത്തിക്ക് ദേഷ്യം വരുന്നു. തന്റെ മകൾ ഡാൻസ് ചെയ്യുന്നതിൽ തനിക്ക് ഒട്ടും തന്നെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ അവൾ അതിന്റെ കൂടെ സ്പോർട്സിലും പങ്കെടുക്കണം. ചെറുപ്പത്തിലെ അവൾ സ്പോർട്സിൽ പങ്കെടുത്തെങ്കിൽ മാത്രമേ ഭാവിയിൽ തന്നെ പോലൊരു റെസ്ലർ ആകാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്പോർട്സ് ഇനത്തിൽ പങ്കെടുക്കാനോ ഒക്കെ അവൾക്ക് ആഗ്രഹം തോന്നൂ. ഇവരതിനെപ്പറ്റി തർക്കിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ മതിയുടെ ഒരു മിസ് വന്ന് ഇവരോട് പറയുന്നുണ്ട് മതി പഠിത്തത്തിൽ വളരെയധികം ഉഴപ്പാണെന്നും ഡാൻസിലൊക്കെ മാത്രമാണ് അവൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളതെന്നും. ഈ കാര്യങ്ങളൊക്കെ തന്നിൽ നിന്നും വീരയും മതിയും മറച്ചു വെച്ചത് കാരണം കീർത്തിക്ക് നല്ല ദേഷ്യം വരുന്നു. വീട്ടിലെത്തി അവളാകട്ടെ മതിയോട് പറയുന്നുണ്ട് നാളെ മുതൽ നിന്റെ ലൈഫ് തന്നെ മാറാൻ പോവുകയാണ്. രാവിലെ എഴുന്നേറ്റ് നീ പ്രാക്ടീസ് ചെയ്യണം. നീ എന്നെ പോലൊരു റെസ്ലർ ആകണം. പിറ്റേന്ന് കീർത്തിയാകട്ടെ അവളുടെ അങ്കിളിനെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. മതി ഇനി മുതൽ പ്രാക്ടീസിന് കൊണ്ടുപോവുകയും അവളുടെ കാര്യങ്ങളെല്ലാം നോക്കുകയും ചെയ്യേണ്ടത് അങ്കിളിന്റെ ഉത്തരവാദിത്വമാണെന്ന് പറയുന്നു. ഒട്ടും താല്പര്യമില്ലാഞ്ഞിട്ട് പോലും മതിക്ക് രാവിലെ എഴുന്നേറ്റ് എക്സസൈസ് ചെയ്യേണ്ടി വരികയും കോച്ചിങ്ങിന് പോകേണ്ടി വരികയും ഒക്കെ ചെയ്യുന്നു. ശീലമില്ലാത്ത കാര്യങ്ങളെല്ലാം ചെയ്ത് മതി ഒരുപാട് തളർന്നിട്ടുണ്ടായിരുന്നു. അവൾ ഇഷ്ടപ്പെടുന്ന ഫുഡ് പോലും പലപ്പോഴും കീർത്തിയുടെ അങ്കിള് കഴിക്കാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഇതെല്ലാം കാണുമ്പോൾ വീരയ്ക്ക് സങ്കടം തോന്നുന്നു. തന്റെ മകൾ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ലാന്ന് വീര പലപ്പോഴും ഇവരോട് പറയുന്നുണ്ട്. എന്നാൽ കീർത്തിയോ അവളുടെ അങ്കിളോ അതൊന്നും തന്നെ കേട്ടില്ല. വീര കീർത്തിയോട് പറയുന്നുണ്ട് അവൾ ഡാൻസ് ചെയ്യുമ്പോൾ തളരാത്തതിന് കാരണം അവൾ അത് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതുകൊണ്ടാ. റെസ്ലിംഗ് നീ നിർബന്ധിച്ച് അവളെ കൊണ്ട് ചെയ്യിക്കുന്നത് കൊണ്ടാണ് അവൾ പെട്ടെന്ന് തളർന്നു പോകുന്നത്. എന്നാൽ താൻ ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ലെന്നും ചൈനയിലൊക്കെ 3-4 വയസ്സ് മുതലേ കുട്ടികളെ ട്രെയിൻ ചെയ്യിക്കുന്നുണ്ടെന്നും എന്നാൽ മാത്രമേ ഭാവിയിൽ അവർക്ക് സ്പോർട്സിൽ ഒരുപാട് മെഡൽ രാജ്യത്തിന് വേണ്ടി കൊണ്ടുവരാൻ പറ്റൂ എന്നൊക്കെയാണ് അവൾ പറയുന്നത്. നമ്മുടെ നാട്ടില് അമ്മയും അച്ഛനും കുട്ടികളെ ചെറുപ്പത്തിലെ കഷ്ടപ്പെടുത്തണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു പ്രാക്ടീസും കൊടുക്കില്ല. വളർന്നു വരുമ്പോഴേക്കും അവർക്കതിനോട് ഇൻട്രസ്റ്റ് ഉണ്ടാകില്ല. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തിന് വലിയ മെഡലുകളൊന്നും കിട്ടാത്തത്. അങ്ങനെ ഇവർ ഓരോ കാര്യത്തിനും ഇങ്ങനെ ആർഗ്യുമെന്റ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കോച്ചായ ലോകേഷ് കാണുന്നു. ഈ ഒരു അവസരം മുതലെടുത്ത ലോകേഷ് വീരയോട് പറയുന്നുണ്ട് കീർത്തിക്ക് നല്ല രീതിയിൽ സ്ട്രെസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവൾക്ക് ഇത്രയധികം ദേഷ്യം വരുന്നതും. പതിയെ പതിയെ ഇതവളുടെ കരിയറിനെ തന്നെ ബാധിക്കും. അതുകൊണ്ട് അവളുടെ സ്ട്രെസ് കുറയ്ക്കുകയും അവളുടെ ദേഷ്യം കുറയ്ക്കുകയും ചെയ്ത് അവളുടെ മൈൻഡ് റിലാക്സ് ആക്കണം. അതിന് എന്ത് വേണമെന്ന് വീര ചോദിക്കുമ്പോൾ ലോകേഷ് വീരയോട് പറയുന്നുണ്ട് ഞാൻ പറയുന്നിടത്തൊരു കൗൺസിലിംഗിന് കൊണ്ടുപോകാൻ. അങ്ങനെ വീര സൂത്രത്തില് മതിക്ക് കൗൺസിലിംഗ് കൊടുക്കാനാണെന്ന് പറഞ്ഞിട്ട് കീർത്തിയും കൂട്ടിക്കൊണ്ടു പോകുന്നു. അവിടെ എത്തുമ്പോഴാണ് കീർത്തിക്ക് സത്യം മനസ്സിലാകുന്നത്. ദേഷ്യം വന്ന കീർത്തിയാകട്ടെ അവിടെ തന്നെ കൺട്രോൾ ചെയ്യാൻ വന്ന എല്ലാവരെയും അടിച്ചിട്ടിട്ട് അവിടെ നിന്നും പോകുന്നു. വീട്ടിലെത്തിയിട്ട് വീരയുമായിട്ട് കീർത്തി വഴക്കുണ്ടാക്കുന്നുണ്ട്. എന്നാൽ വീര പറയുന്നുണ്ട് നിനക്ക് ഒരുപാട് സ്ട്രെസ്സും ദേഷ്യവും ഉണ്ട്. ആവശ്യമില്ലാതെ അത് നീ എന്റെ മകളുടെ അടുത്തും കാണിക്കുന്നുണ്ട്. എന്നാൽ അവൾ തിരിച്ചു പറയുന്നത് അച്ഛനോ അമ്മയോ അതിൽ ആരെങ്കിലും ഒരാള് കുട്ടിയോട് കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കണം. അല്ലാത്ത പക്ഷം രണ്ടുപേരെയും പേടിയില്ലാതെ അവൾ തോന്നിയ പോലെ വളർന്നു വരും. ഞാൻ നിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് നിനക്ക് വേണ്ടിയിട്ട് നിന്റെ കരിയറിന് വേണ്ടിയിട്ടാണെന്നും അവൻ പറയുന്നുണ്ട്. നിന്റെ ഈ ദേഷ്യവും സ്ട്രെസ്സും ഒക്കെ കാരണം ഏതെങ്കിലും ഒരു സമയത്ത് നീ തോറ്റു നിൽക്കേണ്ടി വരും. അപ്പൊ മാത്രമേ നീ പഠിക്കൂ. അപ്പൊ ഞാൻ തോൽക്കാനാണോ നീ ആഗ്രഹിക്കുന്നതെന്ന് വീരയോട് അവൾ ചോദിക്കുന്നുണ്ട്. വീര അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. അവർക്കിടയിൽ പതിയെ പതിയെ അകൽച്ച ഉണ്ടാകാൻ തുടങ്ങിയിരുന്നു. ആദ്യത്തെ പ്ലാൻ ഫെയിൽ ആയത് കാരണം ആ കോച്ചാകട്ടെ വീരയോട് പറയുന്നുണ്ട് ഞാൻ പറയുന്ന ഒരു ആയുർവേദ ഡോക്ടറിന്റെ അടുത്ത് പോയാൽ മതി. അയാൾ എന്തായാലും എന്തെങ്കിലും മരുന്ന് തരാതെ
ഇല്ലാതിരിക്കില്ല, അത് കീർത്തിക്ക് കൊടുത്താൽ മതിയെന്ന്. അങ്ങനെ കോച്ച് പറഞ്ഞ ഒരു ഡോക്ടറെ കാണാൻ വീര പോകുന്നുണ്ട്. അയാൾ കീർത്തിയുടെ ഫുഡിൽ കലർത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു മരുന്ന് കൊടുക്കുന്നു. അത് കഴിച്ചു കഴിഞ്ഞാൽ അവളുടെ സ്ട്രെസ് ഒക്കെ കുറയുന്നു, അവൾ നോർമലായി നല്ല ഹാപ്പി ആയിട്ട് ദേഷ്യമൊന്നും ഇല്ലാതെ ഇരിക്കുമെന്നും പറയുന്നു. താൻ പറഞ്ഞിട്ട് കൊടുക്കുകയാണെങ്കിൽ കീർത്തി ചിലപ്പോൾ കഴിക്കാൻ കൂട്ടാക്കില്ല. അതുകൊണ്ട് അവൾ അറിയാതെ തന്നെ അവൾക്കുണ്ടാക്കി കൊടുക്കുന്ന ഫുഡിൽ മിക്സ് ചെയ്ത് കൊടുക്കാൻ വീര തീരുമാനിച്ചു. കിച്ചണിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു ഭരണിയിലാണ് അവൻ ആ മെഡിസിൻ സൂക്ഷിച്ചു വെച്ചിരുന്നത്. പതിയെ പതിയെ കീർത്തിക്ക് ആഹാരത്തിൽ മിക്സ് ചെയ്ത് അത് കൊടുക്കാൻ തുടങ്ങി. ഇവിടെ കോച്ച് വീണ്ടും കീർത്തിക്കും വീരയ്ക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. കീർത്തിയോട് പറയുന്നുണ്ട്, നിന്റെ മകളെ ചെറുപ്പത്തിൽ തന്നെ കോച്ചിങ്ങിന് വിടുന്നത് നല്ലതാണ്, നല്ല തീരുമാനമാണെന്ന്. എന്നാൽ എന്റെ ഹസ്ബൻഡ് അതിന് സമ്മതിക്കുന്നില്ല എന്ന് അവള് പറഞ്ഞതും കോച്ച് പറയുന്നുണ്ട്, നിന്റെ ഹസ്ബൻഡ് ഒട്ടും തന്നെ പഠിച്ചതല്ലോ, പഠിച്ച നിനക്കെങ്കിലും ബുദ്ധിയുണ്ടല്ലോ അയാളെ പറഞ്ഞ് മനസ്സിലാക്കാൻ. വീരകീർത്തിക്ക് മെഡിസിൻസ് കൊടുത്തുകൊണ്ടേയിരിക്കുകയാണല്ലോ. പക്ഷെ പതിയെ പതിയെ അവള് ടയേർഡ് ആവുകയും പഴയ പോലെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റാതാവുകയും ചെയ്യുകയായിരുന്നു. തനിക്ക് എന്താ സംഭവിക്കുന്നതെന്ന് കീർത്തിക്ക് മനസ്സിലായില്ല. ഒരു ദിവസം കീർത്തിയാകട്ടെ കിച്ചണിലിരിക്കുന്ന ഈ മെഡിസിൻ കാണുന്നു. വീരയോട് ഇതിനെപ്പറ്റി ചോദിച്ചപ്പോൾ വീര പറയുന്നത്, മതിക്ക് ഇടയ്ക്കിടയ്ക്ക് പനി വരുന്നത് കാരണം ഒരു ഡോക്ടറിന്റെ അടുത്ത് നിന്നും ഹെർബൽ പൗഡർ വാങ്ങിയതാണ്, ഇടയ്ക്കിടയ്ക്ക് അത് ഞാൻ അവൾക്ക് കൊടുക്കാറുണ്ടെന്ന്. കീർത്തിയും അത് വിശ്വസിച്ചു. വീര നോക്കുമ്പോൾ കീർത്തിയാകട്ടെ മകളുടെ കൂടെ ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്ന കാണുന്നുണ്ട്. താൻ കൊടുക്കുന്ന മെഡിസിൻ കാരണമാണ് അവൾ ഇത്ര ഹാപ്പി ആയിട്ട് ഇരിക്കുന്നതെന്നാണ് വീര കരുതുന്നത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം സ്കൂളിലേക്ക് മതിയെ കൊണ്ടുവിടാൻ വന്നപ്പോൾ വീരയ്ക്കൊരു കോള് വരുന്നു. അവന്റെ റീൽസും ഇന്റർവ്യൂസും ഒക്കെ കണ്ടിട്ട് ഒരു കുക്കിംഗ് പ്രോഗ്രാമിലേക്ക് അവന് ക്ഷണം കിട്ടിയിരിക്കുന്നു. അന്ന് കീർത്തിയുടെ മാച്ച് ഉണ്ടായിരുന്നു. അതിനവളെ സപ്പോർട്ട് ചെയ്യാൻ പോകണമല്ലോ എന്ന് വീര പറഞ്ഞപ്പോൾ മതി പറയുന്നുണ്ട്, അമ്മയ്ക്ക് മിക്ക ദിവസങ്ങളിലും മാച്ച് ഇല്ലേ, ഇതിപ്പോൾ ഫസ്റ്റ് റൗണ്ട് മത്സരമല്ലേ, അതിൽ പോയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ആ കുക്കിംഗ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പോകാമെന്ന്. വീരയെ സപ്പോർട്ട് ചെയ്യാൻ മീനു മിസ്സും മതിയും കൂടെ പോകുന്നു. എന്നാൽ മാച്ചിനിടയ്ക്ക് കീർത്തി വല്ലാതെ തളരുന്നുണ്ട്. അവൾക്ക് പഴയ പോലെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് റെജീന കീർത്തിയെ തോൽപ്പിക്കുന്നു. ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയത് ലോകേഷിനാണ്. കീർത്തിക്ക് ആ ഒരു തോൽവി വലിയ ഷോക്കായിരുന്നു. അവളുടെ ബ്ലഡ് റിപ്പോർട്ട് വന്നപ്പോൾ അതിലവൾ സ്റ്റെറോയിഡ്സ് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് തെളിഞ്ഞു. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് അവൾ ചിന്തിക്കുകയായിരുന്നു. പതിവില്ലാതെ അന്ന് അവളെ സപ്പോർട്ട് ചെയ്യാൻ വീരയും വന്നിട്ടില്ല. അതോടുകൂടി അവർക്ക് ഡൗട്ട് തോന്നാൻ തുടങ്ങി. കാരണം കീർത്തി പുറത്തുനിന്ന് ഒന്നും തന്നെ കഴിക്കില്ല. നീ ഫുഡിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയോ, അതിലെന്തെങ്കിലും മിക്സ് ചെയ്ത് കഴിച്ചോ എന്നൊക്കെ ലോകേഷ് ചോദിച്ചപ്പോൾ കീർത്തിക്ക് സംശയം തോന്നാൻ തുടങ്ങി. അവൾ നേരെ വീട്ടിലെത്തി പരിശോധിക്കുന്നു. വീര മകൾക്ക് വേണ്ടി വാങ്ങിയ ഹെർബൽ പൗഡർ ആണെന്ന് പറഞ്ഞ് ഒളിപ്പിച്ചു വെച്ചിരുന്ന ആ മരുന്ന് കീർത്തി ടെസ്റ്റിംഗിന് അയക്കുന്നു. അതിൽ സ്റ്റെറോയിഡ്സ് ഉണ്ടെന്ന് തെളിഞ്ഞു. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഇതറിഞ്ഞ് ഞെട്ടിത്തരിച്ച് നിൽക്കുകയായിരുന്നു. ഇത്രയധികം ഭാര്യയെ സപ്പോർട്ട് ചെയ്തെന്ന വീര തന്നെ അവളുടെ കരിയർ ഇല്ലാതാക്കിയിരിക്കുന്നു. കീർത്തിക്ക് ഒരു വർഷത്തേക്ക് ബാൻ ലഭിച്ചു. ഇത്രയൊക്കെ ചെയ്തിട്ട് വീര എവിടെയെന്ന് ചിന്തിച്ചു നിൽക്കുമ്പോഴാണ് ടിവിയിൽ ആ കുക്കിംഗ് പ്രോഗ്രാം ലൈവായിട്ട് അവർ കാണുന്നത്. വീരയ്ക്ക് അതിൽ പ്രൈസ് കിട്ടിയിരിക്കുന്നു. കൂടെ മീനു മിസ്സും ഉണ്ട്. പ്രൈസ് കിട്ടിയതും മീനു മിസ് ആകട്ടെ വീരയെ കിസ് ചെയ്യുകയും ചെയ്തു. ഇതെല്ലാം കണ്ടതോടുകൂടി കീർത്തിക്ക് ദേഷ്യം വരുന്നു. തോറ്റു നിൽക്കുമ്പോൾ മാത്രമേ നീ പഠിക്കൂവെന്ന് വീര ഇടയ്ക്ക് പറഞ്ഞത് അവൾ ഓർക്കുന്നുണ്ട്. ഹൗസ് ഹസ്ബൻഡായിട്ട് അവനെ എല്ലാവരും കളിയാക്കുന്നത് കാരണം തന്റെ കരിയർ ഇല്ലാതാക്കാൻ അവൻ ശ്രമിക്കുകയാണെന്ന് അവൾ തെറ്റിദ്ധരിക്കുന്നു. ട്രോഫിയുമായിട്ട് വീര അവിടെ എത്തുമ്പോഴാണ് ശരിക്കും കീർത്തിക്ക് സംഭവിച്ച കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നത്. ആ ഡോക്ടർ തന്നെ ചതിച്ചതാണെന്ന് വീരയ്ക്ക് മനസ്സിലായി. പക്ഷെ അതൊന്നും കീർത്തിയോട് പറയാൻ പോലും അവന് പറ്റിയില്ല. അതിനു മുന്നേ തന്നെ കീർത്തി അവനോട് ദേഷ്യപ്പെടുകയായിരുന്നു. നീ എന്റെ കരിയർ മനഃപൂർവ്വം ഇല്ലാതാക്കാൻ ശ്രമിച്ചതാണെന്നും ഇനി നീ എന്റെയും എന്റെ മകളുടെയും ജീവിതത്തിൽ ഇടപെടാൻ പാടില്ല എന്നും. അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകളെല്ലാം വീരയ്ക്കെതിരായി കീർത്തിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ ആരംഭിച്ചു. ആണുങ്ങളെക്കാളും ഉയർച്ചയിൽ നമ്മൾ പോകുന്നത് ഇവർക്ക് സഹിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഇവരൊക്കെ ഇങ്ങനെ പെരുമാറുന്നതെന്നാണ് അവർ പറയുന്നത്. ഇവിടെ വീരയോട് അവന്റെ അങ്കിളാകട്ടെ കീർത്തിയെ പറ്റി കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ താൻ കാരണം അവൾക്ക് ബാൻ കിട്ടിയത് വീരയ്ക്ക് സഹിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. വീരയുടെ ആന്റിയാകട്ടെ അവനോട് പറയുന്നുണ്ട്, നീ അവളുടെ നല്ലതിനു വേണ്ടി ചെയ്തത് അവൾക്ക് തന്നെ തിരിച്ചടിയായി. അവളെ കണ്ട് സംസാരിച്ച് പ്രശ്നം തീർക്കുന്നതാ നല്ലത്. അവൻ സംസാരിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ അവൾ അവിടെ ഉണ്ടായിരുന്നില്ല. മകളെയും കൂട്ടി അവളുടെ വീട്ടിലേക്ക് പോയിരിക്കുകയായിരുന്നു. അത് കാരണം വീര തന്റെ ഫ്രണ്ടിനെയും കൂട്ടി അവളെ കാണാൻ നാട്ടിലേക്ക് പോകുന്നു. സംസാരിച്ച് സോൾവ് ആക്കാനാണ് അവൻ ചെയ്തത്. എന്നാൽ കീർത്തിയാകട്ടെ മകളെ പോലും അവനെ കാണാൻ അനുവദിച്ചില്ല. അവളുടെ അങ്കിളാകട്ടെ അവനുമായിട്ട് വഴക്കിടുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തർക്കത്തിനിടയിൽ അറിയാതെ വീരയുടെ കൈ അങ്കിളിന്റെ മുഖത്ത് തട്ടുന്നു. അതോടെ അവൻ മനഃപൂർവ്വം അവളുടെ അങ്കിളിനെ അടിച്ചു എന്ന് പറഞ്ഞിട്ടും ഇഷ്യൂസ് ആയി. കുറച്ചു ദിവസം സമാധാനത്തോടെ ഇരിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്, എനിക്കിനി ഒരിക്കലും നിന്നെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കീർത്തി അവനോട് ദേഷ്യപ്പെട്ട് അകത്തേക്ക് കയറിപ്പോയി. സത്യം എന്താണെന്ന് അവളെ അറിയിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് വീര ആ ഡോക്ടറിനെ കാണാൻ ചെല്ലുന്നു. എന്നാൽ അയാളുടെ ക്ലിനിക്ക് അടച്ചിട്ടിരിക്കുകയായിരുന്നു. കോച്ചിനോട് സംസാരിക്കുമ്പോൾ അയാൾ അവനോട് കള്ളം പറയുന്നു. ആ ഡോക്ടറിനെ പറ്റി നല്ല അഭിപ്രായമാണ് ഞാൻ കേട്ടത്, പക്ഷെ അയാൾ തന്ന മെഡിസിനിൽ സ്റ്റെറോയിഡ്സ് എങ്ങനെ കലർന്നു എന്ന് എനിക്കറിയില്ല എന്ന്. എന്നാൽ ഇതിന്റെ എല്ലാം പിന്നിൽ കോച്ചാണുള്ള സത്യം അപ്പോഴും വീര മനസ്സിലാക്കിയില്ല. ഇവിടെ വീരയുടെ അങ്കിളാകട്ടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ആഗ്രഹിച്ചു നിന്നതാണ്. എന്നാൽ ആ പ്രാവശ്യം സ്ത്രീകളെയായിരുന്നു അവർ പരിഗണിച്ചുകൊണ്ടിരുന്നത്. തന്റെ വൈഫ് വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത സ്ത്രീയാണെന്നാണ് അയാൾ ഇത്രയും കാലം വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അവര് ഡിഗ്രിയൊക്കെ എടുത്ത സ്ത്രീയായിരുന്നു. ഗതികേട് കൊണ്ട് ഇയാളെ കല്യാണം കഴിച്ചതാണ്. ഈ സത്യം ഇപ്പോഴും അയാൾക്കറിയില്ല. വക്കീല് പറഞ്ഞ പ്രകാരം അയാളാകട്ടെ തൽക്കാലം തന്റെ ഭാര്യയെ മുന്നിൽ നിർത്തി വോട്ട് പിടിച്ചിട്ട് ആ സ്ഥാനത്ത് അയാൾ തന്നെ ഇരുന്ന് ഭരണം നടത്താനായിരുന്നു ആഗ്രഹിച്ചത്. ഒരു സൈഡിൽ മതിയാകട്ടെ ആരും അറിയാതെ കീർത്തിയുടെ അങ്കിളിന്റെ ഫോണിൽ നിന്നും ഇടയ്ക്കിടയ്ക്ക് വീരയെ വിളിച്ച് സംസാരിക്കും. ഇത്രയും കാലം വീരയായിരുന്നല്ലോ കുക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നല്ല ഫുഡായിരുന്നു. എന്നാൽ കുക്കിംഗ് അറിയാത്ത കീർത്തി ഫുഡ് ഉണ്ടാക്കുന്നത്
കാരണം തനിക്ക് ഒന്നും കഴിക്കാൻ തോന്നുന്നില്ലെന്നും ഇഷ്ടപ്പെടുന്നില്ലെന്നും മതി പറയുന്നുണ്ട്. ഇതറിഞ്ഞ വീരയാകട്ടെ എന്നും അവൾക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കി സ്കൂളിലേക്ക് കൊണ്ടുപോകും. അവൾക്ക് വേണ്ടി കീർത്തി ഉണ്ടാക്കി കൊടുത്ത ഫുഡാകട്ടെ കൊള്ളില്ലെങ്കിൽ പോലും അത് വീര കഴിക്കും. എന്തിനാ ഇത്രയും വൃത്തിയായിട്ട് ഫുഡ് കഴിക്കുന്നതെന്ന് മതി ചോദിക്കുമ്പോൾ ഇതെന്റെ വൈഫ് ഉണ്ടാക്കിയതാണെന്നും ഇത് ഞാൻ കളയില്ലാന്നും പറഞ്ഞിട്ട് അവനത് കഴിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വീരയുടെ അങ്കിള് അയാളുടെ വൈഫിനെ നിർത്തിയില്ലേ, അവര് ജയിച്ചു. പക്ഷെ അയാളുടെ പ്ലാനിംഗ് എല്ലാം പൊളിഞ്ഞു. പേരിന് വേണ്ടി അവരെ ജയിപ്പിച്ചിട്ട് ഭരണം താൻ തന്നെ നടത്താമെന്ന് വിചാരിച്ചിരുന്നെങ്കിലും മുകളിലുള്ള ആൾക്കാർ വന്ന് അയാളുടെ വൈഫിനോട് സംസാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചെയ്യേണ്ട ജോലികളെ പറ്റി എന്തെങ്കിലും അറിയാവോന്ന് ചോദിക്കുന്നു. എന്നാൽ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് അവർ ഇംഗ്ലീഷിലും ഹിന്ദിയിലും എല്ലാം തന്നെ മറുപടി കൊടുക്കുന്നുണ്ട്. അതോടുകൂടി വീരയുടെ അങ്കിള് ഞെട്ടിപ്പോയി. തന്റെ വൈഫിന് ഇത്രയും വിദ്യാഭ്യാസം ഉണ്ടെന്ന് അയാൾ കരുതിയില്ല. ആ സംഭവത്തോടുകൂടി വീരയെ പോലെ അയാളും ഹൗസ് ഹസ്ബൻഡായി. വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അയാളുടെ ജോലിയായി. ഇവിടെ കീർത്തിയാകട്ടെ തന്റെ മകൾ വീരയോട് സംസാരിക്കുന്നത് കണ്ടുപിടിക്കുന്നു. ഇനി മേലാൽ സംസാരിക്കരുതെന്ന് പറഞ്ഞിട്ട് ഫോൺ വരെ എറിഞ്ഞു പൊട്ടിക്കുന്നു. പിറ്റേന്ന് രാവിലെ കീർത്തി അവളെ സ്കൂളിലാക്കിയെങ്കിലും അവൾക്ക് ഒട്ടും സന്തോഷം ഉണ്ടായിരുന്നില്ല. തലേന്ന് അമ്മ തന്നെ അടിച്ചുവെന്നും ദേഷ്യപ്പെട്ടുവെന്നും ഞാൻ ഇനി അമ്മയുടെ അടുത്ത് പോകുന്നില്ല എന്നുമൊക്കെ വീര വന്നപ്പോ അവൾ പറയുന്നുണ്ട്. സങ്കടത്തിലിരിക്കുന്ന അവളെ കണ്ടിട്ട് വീര മീനു മിസ്സിനോട് പെർമിഷൻ ചോദിക്കുന്നു. കുറച്ചു നേരത്തേക്ക് ഞാൻ അവളെ ഒന്ന് പുറത്തു കൊണ്ടുപോയി ഹാപ്പി ആക്കിയിട്ട് തിരിച്ചു കൊണ്ടുവരാമെന്ന്. മീനു മിസ് പെർമിഷനും കൊടുത്തു. അങ്ങനെ വീര മതിയുടെ കൂടെ കുറെ സമയം ചെലവഴിക്കുന്നുണ്ട്. എന്നാൽ മകളെ തലേന്ന് വഴക്ക് പറഞ്ഞത് കാരണം അവൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുമെന്നുള്ള ടെൻഷനിലായിരുന്നു കീർത്തി. സങ്കടം തോന്നിയിട്ട് കീർത്തിയാകട്ടെ മതിയെ കാണാൻ ഉച്ചയ്ക്ക് സ്കൂളിലേക്ക് വരുന്നു. അപ്പോഴാണ് അവൾ അവിടെ ഇല്ലാന്ന് അറിയുന്നത്. വീരയുടെ കൂടെ മകളെ പറഞ്ഞു വിട്ടത് മീനു മിസ്സാണെന്ന് അറിഞ്ഞതോടുകൂടി അവൾ ദേഷ്യപ്പെടാൻ തുടങ്ങി. ആ സമയം വീര മകളെയും കൊണ്ട് അവിടേക്ക് വരുന്നു. തന്റെ പെർമിഷൻ ഇല്ലാതെ മകളെ വിട്ടത് എന്തിനാണെന്ന് ചോദിച്ച് അവൾ വഴക്കുണ്ടാക്കുമ്പോൾ പ്രിൻസിപ്പൾ വന്ന് അവളോട് പറയുന്നുണ്ട്, മൂന്നാമതൊരാളുടെ കൂടെയല്ലോ നിങ്ങളുടെ മകളെ പറഞ്ഞു വിട്ടത്, ആ കുട്ടിയുടെ അച്ഛന്റെ കൂടെ തന്നെയല്ലേ എന്ന്. മതിയും തനിക്ക് അച്ഛന്റെ കൂടെ പോകണമെന്ന് പറഞ്ഞു തന്നെ നിൽക്കുകയായിരുന്നു. ദേഷ്യം വന്ന കീർത്തി മകളെ കുറെ തല്ലുന്നു. പലതവണ വീര അവളെ തല്ലരുതെന്ന് പറഞ്ഞിട്ടും കീർത്തി കേട്ടില്ല. പെട്ടെന്നുള്ള ദേഷ്യത്തില് വീരയാകട്ടെ കീർത്തിയെ അടിക്കുകയും ചെയ്തു. എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവൻ അടിച്ചതോടുകൂടി അവൾ നേരെ അവളുടെ വീട്ടിലേക്ക് പോകുന്നു. എന്നാൽ വീര തന്നെ അടിച്ചതിനേക്കാൾ കീർത്തിക്ക് വിഷമം അതിനു മുൻപ് താൻ തന്റെ മകളെ ദേഷ്യത്തിൽ ഒരുപാട് അടിച്ചല്ലോ, അവൾക്ക് ഒരുപാട് വേദനിച്ചല്ലോ എന്നൊക്കെ ഓർത്തിട്ടായിരുന്നു. ഇവിടെ വീരയോട് അവന്റെ ആന്റി പറയുന്നുണ്ട്, കീർത്തി തന്റെ മകളെ സ്ട്രിക്റ്റ് ആയിട്ട് വളർത്തുന്നതിൽ നീ പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമില്ല. പെൺകുട്ടികൾ ഈ കാലത്ത് എന്തെങ്കിലുമൊക്കെ പഠിച്ചിരിക്കുന്നത് നല്ലതാ. റെസ്ലിംഗോ കരാട്ടയോ എന്തെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ ലൈഫിന് തന്നെയാണ് ഗുണമുണ്ടാക്കുന്നത്. എല്ലാ കാലത്തും നിങ്ങൾക്ക് അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റില്ല. ഒറ്റയ്ക്ക് താമസിക്കേണ്ടതും ഒറ്റയ്ക്ക് സഞ്ചരിക്കേണ്ടതുമായിട്ടുള്ള സമയം വരുമ്പോൾ അവർക്ക് അവരെ തന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയണമെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും പഠിച്ചിരിക്കണം. തന്റെ ഭാഗത്തും തെറ്റുണ്ടെന്ന് വീരയ്ക്ക് മനസ്സിലായി. തുടക്കം മുതലേ കുഞ്ഞിനെ എങ്ങനെ വളർത്തണം എന്നുള്ള രീതിയിലായിരുന്നു അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങിയത്. ഇതെല്ലാം ആലോചിച്ച് വീര വിഷമിച്ചിരിക്കുമ്പോൾ മതി പോയി വീരയോട് പറയുന്നുണ്ട്, നമ്മൾ വിചാരിക്കുന്ന പോലെ അമ്മയ്ക്ക് അത്രയ്ക്ക് വിഷമമൊന്നും ഉണ്ടാകില്ല, അവിടെ ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുകയെന്ന്. എന്നാൽ ഈ പ്രാവശ്യം വീര മതിയോട് ഒരു കഥ പറയുന്നു. ചെറുപ്പത്തിൽ നിന്റെ അമ്മ റെസ്ലിംഗ് പഠിക്കാൻ ആഗ്രഹിച്ചു. എല്ലാവരും അതിനെതിരായിരുന്നു. ഒരു പെൺകുട്ടി അതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അവൾക്കൊരു കുടുംബജീവിതം ഉണ്ടാകില്ല എന്ന് പറഞ്ഞിട്ട്. എന്നാൽ ആ എതിർപ്പുകളെല്ലാം അവഗണിച്ചിട്ടാണ് അവൾ അത് പഠിച്ചെടുത്തത്. കോളേജിൽ പോയപ്പോൾ അച്ഛൻ അറിയാതെയാണ് അതെല്ലാം പ്രാക്ടീസ് ചെയ്യുന്നത്. അവസാനം ഹോസ്പിറ്റലിൽ കിടന്ന അവളുടെ അച്ഛന്റെ വാക്ക് കേട്ട് അവൾക്ക് സമ്മതം അല്ലാതിരുന്നിട്ട് പോലും അവൾ എന്നെ വിവാഹം കഴിച്ചു. അവൾ റെസ്ലറാണെന്ന് അറിഞ്ഞപ്പോൾ എനിക്കും അവൾക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി. പക്ഷെ പിന്നീട് അവളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് അത് പഠിക്കാൻ ഇറങ്ങിയപ്പോഴാണ് അതിന് പിന്നിൽ എത്രമാത്രം കഷ്ടപ്പാടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഒരു സപ്പോർട്ടും ഇല്ലാതെ ഒറ്റയ്ക്ക് പോരാടി റെസ്ലിംഗിൽ ഇത്രയും ഉയർച്ചയിൽ അവൾ എത്തിയിട്ടുണ്ടെങ്കിൽ അതൊന്നും പാഴായി പോകാതെ ഇനി അവളെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയും അവളെ സപ്പോർട്ട് ചെയ്യാൻ ആരംഭിക്കുകയും ചെയ്തു. അതിനിടയ്ക്ക് അവൾ പ്രഗ്നന്റ് ആയി, കുഞ്ഞിന് ജന്മം നൽകി. 2 വർഷവും അവൾ പ്രാക്ടീസിന് പോകുമ്പോഴും തന്റെ മകൾക്ക് വേണ്ടി പാല് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടാണ് പോയത്. ഇടയ്ക്കൊരു 2 മാസക്കാലം അവൾക്ക് ഡൽഹിയിൽ പോകേണ്ടി വന്നിട്ടുണ്ട്. കുഞ്ഞിനെ പിരിഞ്ഞിരിക്കുന്നത് കാരണം സങ്കടം കൊണ്ട് അവൾ പലപ്പോഴും റെസ്ലിംഗ് വിട്ടിട്ട് തിരിച്ചു വന്നാലോ എന്ന് ചോദിച്ചു. അപ്പോഴൊക്കെ കുഞ്ഞിന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞിട്ട് അവളെ ആശ്വസിപ്പിച്ചിരുന്നു. പാല് കെട്ടി നിന്നിട്ട് അവൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പോലും പറ്റാതായപ്പോൾ ബാത്റൂമിൽ പോയി ആ പാലെല്ലാം ചെസ്റ്റിൽ നിന്ന് കളഞ്ഞിട്ടാണ് അവൾ വീണ്ടും വന്ന് പ്രാക്ടീസ് ചെയ്തത്. അത്രയധികം അവൾ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. തന്റെ അമ്മയുടെ കഷ്ടപ്പാടെല്ലാം കേട്ടതോടുകൂടി മതിക്കും ആകെ സങ്കടമായി. കീർത്തിക്ക് സ്കൂളിൽ നിന്നും മതിയുടെ ഡാൻസ് കോമ്പറ്റീഷനിലെ ഫോട്ടോസ് ഒക്കെ അവർ അയച്ചു കൊടുക്കുന്നുണ്ട്. അത് കണ്ടിട്ട് അവളെ തന്റെ അച്ഛനോട് പറയുന്നുണ്ട്, ചെറുപ്പത്തില് റെസ്ലിംഗിന് പോണോന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എല്ലാവരും എന്നെ എതിർത്തു. ഞാനിവിടെ എന്റെ മകളോട് റെസ്ലിംഗിന് പോകുന്നു പറഞ്ഞിട്ട് സപ്പോർട്ട് ചെയ്യുമ്പോൾ അവൾക്കതിന് പോകാൻ താല്പര്യമില്ല. എന്നാൽ അവളോട് അവളുടെ അച്ഛൻ പറയുന്നുണ്ട്, കുട്ടികൾക്ക് എന്താണ് കഴിവുള്ളതെന്ന് കണ്ടുപിടിച്ച് അവരെ അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടത് അച്ഛനമ്മമാരുടെ ഉത്തരവാദിത്തമാണ്. നമുക്കിഷ്ടപ്പെട്ട കാര്യം അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് താല്പര്യമില്ലാത്ത കാര്യത്തിന് അവരെ നിർബന്ധിക്കാൻ പാടില്ല. ഇത് നിന്നിൽ നിന്നാണ് ഞാൻ പഠിച്ചത്, എന്നിട്ട് നീ ഇപ്പൊ അതേ തെറ്റ് ചെയ്യുന്നുവെന്ന് കീർത്തിയോട് അവളുടെ അച്ഛൻ ചോദിക്കുന്നു. എന്നാൽ കീർത്തി പറയുന്നുണ്ട്, സ്പോർട്സ് കാരണമാണ് ഞാൻ ലൈഫിൽ ഇത്രയും ഉയർച്ചയിലെത്തിയത്. എനിക്ക് കോൺഫിഡൻസും ഹാപ്പിനെസ്സും എല്ലാം തന്നത് അതാണ്. ഇതെല്ലാം എന്റെ മകൾക്കും കിട്ടണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ടാണ് റെസ്ലിംഗിന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ അവളെ നിർബന്ധിച്ചത്. എന്നാൽ ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഞാൻ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നുള്ള കൺഫ്യൂഷനിലാണ് താൻ. എന്നാൽ അവളുടെ അച്ഛൻ അവളോട് പറയുന്നുണ്ട്, ഒരു കുട്ടിക്ക് നല്ലതേതാണ് ചീത്തയേതാണെന്ന് മാത്രം നീ പറഞ്ഞു കൊടുത്താൽ മതി. പേരൻസിന്റെ കടമ അതാണ്. ബാക്കിയുള്ളവരുടെ ഇഷ്ടങ്ങളെയും താല്പര്യങ്ങളെയും ഒന്നും തന്നെ തിരുത്തേണ്ട കാര്യവുമില്ല, അടിച്ചേൽപ്പിക്കേണ്ട കാര്യവുമില്ല. കുറച്ചു ദിവസമായിട്ട് മതി സ്കൂളിൽ പോകുന്നുണ്ടായിരുന്നില്ല. അത് കീർത്തിയോ അറിഞ്ഞു. വീരയും മകളും സങ്കടത്തിലായിരിക്കും, അതുകൊണ്ടായിരിക്കും സ്കൂളിൽ പോകാത്തതെന്ന്
പോകണമെന്ന് കീർത്തിയോട് അവളുടെ അച്ഛൻ പറയുന്നു. അവിടെ പോയി നേരിൽ കണ്ട് അവരോട് സംസാരിക്കാമെന്ന് കരുതിയിട്ട് ഇവരെല്ലാം അങ്ങോട്ടേക്ക് പോവുകയായിരുന്നു. മതി ആകെ സങ്കടത്തിലിരിക്കുന്ന കണ്ട് അവളെ ചിരിപ്പിക്കാൻ വീര പല വഴികളും നോക്കി. അവസാനം മീനു മിസ്സിനെ വരെ വിളിച്ചു. മീനു മിസ് അവളെ ചിരിപ്പിക്കാൻ വേണ്ടി കുറെ ഡാൻസ് ഒക്കെ കളിച്ചു, കൂടെ വീരയും. അത് കണ്ടതും മതിയുടെ സങ്കടങ്ങളൊക്കെ മാറി. അവരെല്ലാവരും ചേർന്ന് ഡാൻസ് കളിക്കാൻ ആരംഭിക്കുന്നു. പക്ഷെ ഇത് കണ്ടുകൊണ്ടാണ് കീർത്തിയും ഫാമിലി അവിടേക്ക് വരുന്നത്. കീർത്തിയുടെ അങ്കിളാകട്ടെ ഇതെല്ലാം വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. മീനുവുമായിട്ട് ക്ലോസ് ആയിട്ട് വീര ഡാൻസ് കളിക്കുന്നത് കണ്ടതും കീർത്തിക്ക് ദേഷ്യം വരുന്നു. ഇനി ഈ ബന്ധം മുന്നോട്ട് പോകണ്ടെന്നും എല്ലാം അവസാനിപ്പിക്കാമെന്നും അവൾ തീരുമാനിക്കുന്നുണ്ട്. മകളെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് അവൾ കേസ് കൊടുക്കുന്നു. കൂടാതെ വീരയ്ക്ക് ഡിവോഴ്സ് പേപ്പറും അയച്ചു. എന്നാൽ അവളുടെ തെറ്റിദ്ധാരണകളെല്ലാം മാറ്റിയില്ലെങ്കിൽ അവൾ ശരിക്കും ഡിവോഴ്സ് വാങ്ങി പോകുമെന്ന് മനസ്സിലായതോടുകൂടി വീര വീണ്ടും ആ ഡോക്ടറിനെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നു. ഇടയ്ക്ക് വെച്ച് അവൻ അവിടെ പോയപ്പോൾ ഇയാൾ സ്ഥിരമായിട്ട് ഒരു അമ്പലത്തിൽ പോകുന്നതിനെ പറ്റി ഫോണിലൂടെ സംസാരിക്കുന്ന അവൻ കേട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൻ ആ അമ്പലത്തിൽ പോയി പരിശോധിക്കുന്നു. അവന്റെ ഊഹം തെറ്റിയില്ല. അയാളെ അവിടെ വെച്ച് അവന് കണ്ടുകിട്ടി. അയാളിൽ നിന്നും ആ കോച്ചാണ് ഇതിന്റെ പിന്നിലെന്ന് മനസ്സിലാക്കി വീര ആ കോച്ചിനെ കാണുകയും അയാളോട് അത് ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ നിന്റെ വൈഫിന് എല്ലാ ആദരവും കിട്ടുമ്പോഴും അതിന്റെ പിന്നിലെല്ലാം അവളുടെ ഹസ്ബൻഡാണ് കാരണമെന്ന് അവൾ പറഞ്ഞപ്പോൾ ഒരു കോച്ചായി എനിക്ക് ഒരു വിലയുമില്ലാതായി എന്നാണ് അയാൾ പറയുന്നത്. ആദരവെല്ലാം പ്ലേയേഴ്സിനും അവരുടെ ഫാമിലിക്കും. കോച്ചായി ഞങ്ങളെ ആരും മൈൻഡ് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് അവളുടെ കരിയർ ഇല്ലാതാക്കിയതെന്ന് പറഞ്ഞ് അയാൾ ചിരിക്കുമ്പോൾ ദേഷ്യം വന്ന വീരയാകട്ടെ കോച്ചിനെ അടിക്കുന്നു. എന്നിട്ട് നേരെ കീർത്തിയെ കാണാൻ പോകുന്നു. അവളോട് പറയുന്നുണ്ട്, നിന്നെ ചതിച്ചത് ശരിക്കും ഞാനല്ല, ഞാനും ആ കോച്ചിന്റെ വലയിൽ പെട്ടുപോയതാണ്. അയാളാണ് നിന്റെ കരിയർ ഇല്ലാതാക്കാൻ ശ്രമിച്ചതെന്ന്. എന്നാൽ ഓൾറെഡി തന്നെ ഈ കോച്ച് അവൾക്കൊരു വീഡിയോ അയച്ചിട്ടുണ്ടായിരുന്നു. നിന്റെ ഹസ്ബൻഡ് വന്ന് എന്നെ തല്ലിയെന്നും ഞാനാണ് നിന്റെ കരിയർ ഇല്ലാതാക്കിയതെന്ന് പറഞ്ഞാൽ മാത്രമേ എന്നെ വെറുതെ വിടൂ എന്ന് പറഞ്ഞെന്നും. അത് കാരണം കീർത്തിയാകട്ടെ വീര പറഞ്ഞതൊന്നും വിശ്വസിച്ചില്ല. തന്റെ ലൈഫിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് വീര ഓരോ പ്ലാൻ ഇടുകയാണെന്നാണ് അവൾ ചിന്തിക്കുന്നത്. ഒടുവിൽ കേസ് കോടതിയിലെത്തി. ഒരു ഹൗസ് ഹസ്ബൻഡ് ആയിരിക്കുന്നതിൽ തനിക്ക് ഒരു പ്രശ്നമില്ലെന്നും തന്റെ വൈഫിനെ എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്ത് അവളുടെ വിജയങ്ങളുടെ പിന്നിലെ പുരുഷനാകാനാണ് തനിക്ക് ആഗ്രഹമെന്നും അതിനിയും അങ്ങനെ തന്നെ ആകുമെന്നും അവൻ പറയുന്നുണ്ട്. അങ്ങനെയുള്ള നിങ്ങൾ എന്തിനാണ് അവളുടെ ഫുഡിൽ ആ മരുന്ന് കലക്കി കൊടുത്തതെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, അത് എനിക്ക് പറ്റിയൊരു അബദ്ധമാണെന്ന്. ഒരു ഹസ്ബൻഡ് ഏത് സമയം എങ്ങനെ പെരുമാറണമെന്ന് ശരിക്കും എനിക്ക് അറിയില്ല. അങ്ങനെ ആരും ഞങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുമില്ല. ഓരോ നിമിഷവും എന്തെങ്കിലുമൊക്കെ കാര്യത്തില് ഭാര്യയെ പിണക്കിക്കൊണ്ടേയിരിക്കും, ഇടയ്ക്കിടയ്ക്ക് വഴക്ക് കേട്ടുകൊണ്ടേയിരിക്കും. ഒരു ഹസ്ബൻഡായിട്ട് ഞാൻ പല തെറ്റുകളും ചെയ്തിട്ടുണ്ട്. പക്ഷേ തെറ്റുകളൊക്കെ ഞാൻ തിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവൾ എന്നെ വിട്ട് പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു അവസരം കൂടി എനിക്ക് വേണമെന്നാണ് വീര പറയുന്നത്. എന്നാൽ കീർത്തി അതൊന്നും കേൾക്കുന്നില്ല. തന്റെ മകളെ തന്റെ കൂടെ വിട്ടിട്ട് തനിക്ക് ഡിവോഴ്സ് തരണമെന്ന് പറഞ്ഞുള്ള വാശിയിൽ തന്നെ നിൽക്കുകയായിരുന്നു അവൾ. കൂടാതെ ഒരു തെളിവ് കൂടി അവൾ കോടതിക്ക് കൊടുക്കുന്നു. വീര മീനു മിസ്സിന്റെ കൂടെ ഡാൻസ് കളിക്കുന്ന ആ വീഡിയോ. ഭാര്യ പോയപ്പോൾ നിങ്ങൾ മറ്റൊരു സ്ത്രീയുടെ കൂടെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ടല്ലോ എന്നാണ് ജഡ്ജി തിരിച്ചു ചോദിക്കുന്നത്. അത് മറ്റൊരു സാഹചര്യമാണെന്ന് അവൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. തന്റെ മകളെ ഹസ്ബൻഡ് കൂടെ വിട്ടുകഴിഞ്ഞാൽ അയാൾ ചിലപ്പോൾ ആ മിസ്സിനെ വിവാഹം കഴിച്ച് തന്റെ മകളുടെ രണ്ടാനമ്മയാക്കുമെന്നും ആ രണ്ടാനമ്മ തന്റെ മകളെ ഉപദ്രവിക്കുമെന്നൊക്കെ കീർത്തി കോടതിയോട് പറയുന്നു. എന്നാൽ വീരയ്ക്കും മകൾക്കും കീർത്തി തങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരണമെന്ന് തന്നെയാണ് ആഗ്രഹം. ഒടുവിൽ ജഡ്ജിയാകട്ടെ കീർത്തിയെ ഉപദേശിക്കുന്നു. നിന്റെ ഹസ്ബൻഡിനെ വെറുതെ വിട്ടുകഴിഞ്ഞാൽ അയാൾ ഹാപ്പി ആയിട്ട് ചിലപ്പം ജീവിക്കും, അതുകൊണ്ട് കൂടെ നിർത്തി ടോർച്ചർ ചെയ്യുന്നതാ നല്ലത്. എന്നാൽ അതും കീർത്തി കേൾക്കുന്നില്ല. എനിക്ക് ഇവന്റെ കൂടെ ജീവിക്കേ വേണ്ട, എങ്ങനെയെങ്കിലും ഡിവോഴ്സ് കിട്ടിയാൽ മതി എന്നായിരുന്നു. ആ സമയം മതി സംസാരിക്കുന്നു. അവർക്ക് രണ്ടുപേർക്കും ഡിവോഴ്സ് വേണമായിരിക്കും, പക്ഷെ എനിക്ക് എന്റെ അച്ഛനും അമ്മയും വേണം, അവരുടെ കൂടെ ഒരുമിച്ച് താമസിച്ചാൽ മതി. എല്ലാം കേട്ടിട്ട് ജഡ്ജി അവസാനം 3 മാസത്തേക്ക് കൗൺസിലിംഗിന് ഇവരെ വിടുന്നു. അത് കഴിഞ്ഞിട്ട് തീരുമാനിക്കാമെന്ന് പറയുന്നു. അടുത്ത ഹിയറിംഗിന്റെ ഡേറ്റ് പറയുന്നതിന് മുന്നേ ജഡ്ജി ഒരു ബ്രേക്ക് എടുക്കുന്നുണ്ട്. ആ സമയം ഇവിടെ കീർത്തിയും വീരയും തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ തർക്കം മൂത്തുമൂത്ത് അവർ ഒരു തീരുമാനത്തിലെത്തുന്നു. രണ്ടുപേരും റെസ്ലിംഗ് പഠിച്ചവരല്ലേ, പരസ്പരം ഒരു മത്സരം വെക്കാം. വീര ജയിക്കുകയാണെങ്കിൽ മകളും കീർത്തിയും വീരയുടെ കൂടെ താമസിക്കണം. കീർത്തിയാണ് ജയിക്കുന്നതെങ്കിൽ മകളെ വിട്ടുകൊടുക്കും. ജഡ്ജി ബ്രേക്ക് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴാണ് ഇവരൊരു തീരുമാനത്തിലെത്തിയ കാര്യം മനസ്സിലാകുന്നത്. മത്സരം വെക്കുന്ന സ്ഥിതിക്ക് താനും അത് കാണാൻ വരാമെന്ന് ജഡ്ജി പറയുന്നു. വീട്ടിൽ വെച്ച് മത്സരം വെക്കാമെന്നായപ്പോൾ രണ്ടുപേരുടെ അങ്കിളുമാര് പറയുന്നുണ്ട്, അത് വേണ്ട, ഈ പ്രശ്നം നാട്ടുകാർ മുഴുവൻ അറിഞ്ഞതല്ലേ, അവരുടെ മുന്നിൽ വെച്ചാകട്ടെ മത്സരമെന്ന്. അവസാനം ടിക്കറ്റ് വെച്ച ആളെ വരെ കയറ്റിയായിരുന്നു ആ മത്സരം വെച്ചത്. ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള ആ ഒരു മത്സരം കാണാൻ ഒരുപാട് ആൾക്കാർ എത്തുകയും ചെയ്തു. മതി വീരയോട് പറയുന്നുണ്ട്, ഈ മത്സരത്തിൽ അച്ഛൻ എങ്ങനെയെങ്കിലും ജയിച്ചേ പറ്റൂ, എന്നാൽ മാത്രമേ അമ്മയുടെ കൂടെ ഒരുമിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റൂ. മത്സരത്തിൽ ആദ്യ 20 പോയിന്റ് എടുക്കുന്നവരാണ് ജയിക്കുന്നത്. കീർത്തി ഓൾറെഡി വീരയുടെ കൂടെയാണ് പ്രാക്ടീസ് ചെയ്തിട്ടുള്ളത്. കീർത്തിയുടെ എല്ലാ മൂവ്മെന്റ്സും വീരയ്ക്ക് അറിയാം. അതുകൊണ്ട് തന്നെ അവൾക്ക് ആദ്യമൊന്നും വീരയെ തോൽപ്പിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ അവൾ പുതിയ മൂവ്മെന്റ്സ് എടുക്കുന്നു. അതോടെ വീരയെ വീഴ്ത്താനും പറ്റി. ആദ്യം എല്ലാം തന്നെ ലീഡ് ചെയ്തത് അവളാണ്. ഇത് കാണുമ്പോൾ മതിക്ക് സങ്കടം വരുന്നുണ്ട്. കീർത്തി ജയിച്ചു കഴിഞ്ഞാൽ ഡിവോഴ്സ് വാങ്ങി തന്നെയും കൂട്ടി കീർത്തി പോകുമെന്ന് അവൾക്കറിയാം. മകളുടെ വിഷമം കണ്ടപ്പോൾ വീരയ്ക്ക് എങ്ങനെയെങ്കിലും ജയിക്കണമെന്ന് വാശിയായി. അതിനുവേണ്ടി അവന്റെ അടവെടുത്തു. മത്സരത്തിനിടയ്ക്ക് കീർത്തിയുടെ കഴുത്തിൽ അവൻ കിസ് ചെയ്യുന്നു. അങ്ങനെ ഉമ്മ വെക്കുമ്പോൾ അവള് പെട്ടെന്ന് ഞെട്ടുമല്ലോ. ആ ഒരു മൊമെന്റിൽ അവളെ അടിച്ച് താഴെ വീഴ്ത്തുന്നു. അങ്ങനെ പലതവണ ചെയ്തപ്പോഴേക്കും അവന് പോയിന്റ്സ് കിട്ടിക്കൊണ്ടേയിരുന്നു. അവൻ കള്ളത്തരം കാണിക്കുകയാണെന്ന് കീർത്തിക്ക് മനസ്സിലായി. രണ്ടുപേർക്കും 19 പോയിന്റിൽ വന്ന് നിൽക്കുകയായിരുന്നു. ഇനി ആരാണോ ആദ്യം എതിരാളിയെ വീഴ്ത്തുന്നത് അവർ ജയിക്കും. പക്ഷെ അതിനു മുൻപ് കീർത്തി തലകറങ്ങി വീഴുന്നു. അവളുടെ ഗ്രാൻഡ്മ വന്ന് പരിശോധിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് അവൾ പ്രഗ്നന്റ് ആണെന്ന്. അത് കണ്ട് എല്ലാവരും സന്തോഷത്തിലായി. ആദ്യ ഇവർ തമ്മിലുള്ള പ്രശ്നം മതിയെ പ്രഗ്നന്റ് ആയപ്പോഴാണ് തീർന്നത്. ഇപ്പോൾ വീണ്ടും അവൾ പ്രഗ്നന്റ് ആയിരിക്കുന്നു. അവളുടെ പ്രഗ്നൻസി
പീരീഡില് ആ റെജീന വന്ന് അവളോട് എല്ലാ സത്യങ്ങളും പറയുന്നു. മത്സരത്തിൽ കീർത്തിയോട് കള്ളത്തരം കാണിച്ച് ജയിച്ചു പോയെങ്കിലും അവളെപ്പോഴൊരു ഹസ്ബൻഡിനെ തനിക്ക് കിട്ടിയില്ലെന്ന് റെജീന പറയുന്നു. കുറെ വർഷമായിട്ടുള്ള പ്രണയമായിരുന്നു റെജീനയുടേത്. എന്നാൽ അവളുടെ കാമുകൻ അവളോട് പറഞ്ഞു അവൾ ഇങ്ങനത്തെ ഡ്രസ്സ് ധരിച്ച് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത് തനിക്ക് നാണക്കേടാണെന്നും റെസ്ലിംഗ് ഉപേക്ഷിച്ചെങ്കിൽ മാത്രമേ അവളെ വിവാഹം കഴിക്കൂവെന്നും. വിദ്യാഭ്യാസമുള്ള എന്റെ കാമുകൻ അങ്ങനെയാണ് എന്നോട് പറഞ്ഞത്. പക്ഷെ വിദ്യാഭ്യാസം കുറഞ്ഞ നിന്റെ ഭർത്താവാകട്ടെ നീ അമ്മയായിരുന്നിട്ട് പോലും നിന്നെ റെസ്ലിംഗിൽ സപ്പോർട്ട് ചെയ്തു. അങ്ങോട്ട് ഹസ്ബൻഡിനെ വിട്ടുകളയരുതെന്ന് റെജീന പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയ കീർത്തിയാകട്ടെ വീരയോട് ക്ഷമിച്ചു. അങ്ങനെ അവൾ ഇരട്ട കുട്ടികൾക്ക് ജന്മം നൽകുന്നു. 3 കുട്ടികളായിട്ടും അവൾ തന്റെ റെസ്ലിംഗ് കണ്ടിന്യൂ ചെയ്തു വീരയുടെ സപ്പോർട്ടോടുകൂടി. അവിടെയാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറിയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട.